എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടൻ വാങ്ങി തന്ന സാരിയാ. സാരിയുടെ ഭംഗി അറിയണമെങ്കിൽ എന്റെ പെങ്ങൾ ഉടുക്കണം. അയ്യേ, ചേട്ടൻ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ആ പറഞ്ഞ നേരാ. ഈ കാട്ടിലും മലയിലും ജീപ്പ് ഓടിച്ച് നടക്കുന്ന ഞാൻ ഇവിടെ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണാൻ. ഇനി വാ ചോദിക്കാം. വീട് ചേട്ടാ, എനിക്ക് നേരായി ട്യൂഷന് പോണം. അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കല് എനിക്ക് തീരെ ഇഷ്ടമല്ല. അവിടെ ഈ പഠിപ്പിക്കലൊക്കെ തകയം നിർത്താനുള്ള പണി കണ്ടുവച്ചിട്ടാണ് അമ്മേ ഞാനിന്ന് വന്നിരിക്കുന്നത്. എനിക്കെന്താ, മാസം തികയുമ്പോ ചക്കച്ചുള പോലെ എന്നെ വാങ്ങിക്കുന്ന കാശങ്ങില്ലാതോ? നിന്നെ കെട്ടാൻ പോകുന്നവനെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാ. ഇവക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നേരാണോ മോനെ? ആരാ അത്? ഒരു മോട്ടോർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്, ബിഎക്കാരനാ, നല്ല മിടുക്ക്. അവൻ നമ്മുടെ ശ്രീദേവിയെ കണ്ടിട്ടുള്ള ലക്ഷണമാ കാണുന്നത്. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം പോലെ നടക്കും. എടോ, അവിടെ ഒന്നും നനഞ്ഞിട്ടില്ലടോ. ഇവിടെ നോക്ക്, അവിടെ നനഞ്ഞിട്ടില്ല. ആരാത്? ഓഹോ, ടീച്ചർ അമ്മയോ? ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടല്ലോ. മുകളിലോട്ട് എന്നാട്ടെ. മാധവിയമ്മേ, മാധവിയമ്മേ, മാധവിയമ്മേ. മൂത്ത് നരച്ചല്ലോ, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, അടിച്ചിന്റെ പല്ലിയാൻ താഴെ ഇടും. അടിക്കാനും പല്ലെടുക്കാനും ആളിപ്പോ വരും. പോലീസേ, നാണമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ മോടെ പ്രായമല്ലോ ഉള്ള പെണ്ണ്. നീ എന്നെ ഉപദേശിക്കാൻ നടന്നോ? കേൾക്കാൻ ഞാൻ അയ്യോ, ഇന്ന് ബാബുവിന്റെ പെങ്ങളല്ലേ? എന്തു പറ്റി? വരൂ, ആസ്പത്രിയിലേക്ക് പോ. വേണ്ട, വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ മോനെ, എന്താ നീ ഇവിടുത്തേക്ക് നിൽക്കുന്നത്? ഒരു കാര്യമുണ്ടമ്മേ, സ്വകാര്യം. മോനെ, നീ എങ്ങോട്ടാ? ഒരു മോട്ടോർ മെക്കാനിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ അമ്മാവ? അവന് നമ്മുടെ ശ്രീദേവി ഇഷ്ടമാണ്. അവന്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കും. അതിന് നമ്മുടെ ഈ പണം വേണ്ടേ? അല്ലാതെ ഈ കല്യാണം എങ്ങനെ നടക്കും? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി നടക്കും. നമുക്ക് അവളെ കഴിഞ്ഞുള്ള കാര്യമല്ലേ ഉള്ളൂ അമ്മാവ. ബാബേട്ടാ, കുട്ടി, എന്ത് സംഭവിച്ചു? ഒന്ന് വേഗം വരൂ. ശ്രീദേവിക്ക് എന്ത് പറ്റി കൃഷ്ണൻകുട്ടി? ഒരു വീടിന്റെ മുന്നിൽ തളർന്നു വീഴുന്ന കണ്ടു. ആസ്പത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. പോയൊരു ഡോക്ടർ വിളിച്ചോണ്ട് വരും. ശ്രീദേവി, നിനക്ക് എന്ത് പറ്റി? ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോ മാധവിയുടെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ ഞാൻ മുകളിൽ നിന്ന് ചാടി. മാധവിയുടെ ഭർത്താവോ? അതെ, മണിമംഗലം ബംഗ്ലാവിലെ. മണിമംഗലം ബംഗ്ലാവ്? മോളെ, അമ്മേ,
അമ്മേ, വെള്ളം, വെള്ളം. വെള്ളം. ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് സമർത്ഥിക്കുന്നു. യു ബ്ലഡി പ്രോസ്റ്റിറ്റ്യൂട്ട്. അട്ടയെ പിടിച്ച് ഞാൻ മെത്തയിൽ കിടത്തി. അവൾ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം എനിക്കെതിരെ സാക്ഷി പറയുന്നു. അതിന് നീ ജീവിച്ചിരിക്കില്ലേ? എങ്കിൽ നിങ്ങളെ ആദ്യം കൂട്ടിക്കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം. മണിമംഗലം ഗോപാലൻ ആരാണെന്നാണ് ചോദിച്ചത്. ആർക്കാണ് അറിയേണ്ടത്? നീയാണല്ലേ? അതേടാ, ഞാൻ തന്നെ. എന്ത് വേണം? ട്യൂഷൻ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ വീട്ടിൽ വരുത്തി അവരെ നശിപ്പിക്കലാണ് നിന്റെ ജോലി അല്ലടാ. എന്റെ കൊച്ചനുജത്തിയെ വലിച്ചെറിഞ്ഞ് നീ കൊന്നില്ലടാ ദ്രോഹി. മണിമംഗലം ഗോപാലൻ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഹലോ, ഇൻസ്പെക്ടർ സാറാണോ? ഇത് മണിമംഗലത്തുനിന്ന് മാധവിയാണ്. ഇവിടെ ഒരു മനുഷ്യൻ എല്ലാരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. എന്റെ കുഞ്ഞു മകള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവളെ കൊന്നത്? ദുഷ്ടം! ബാബുമോന്, മോനെ, ഈ നിൽക്കുന്ന ദുഷ്ടൻ നിന്റെ ചിറ്റപ്പനാണ്. ഇവനാണ് നിന്റെ കുടുംബം തകർത്തത്. ആരോഗ്യം വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ കുത്തി സാർ. അവനെ ആ മുറിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇവനവൻ്റെ കൂടെ വന്നവനാ. പഠിക്കാൻ ഇവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കുറുപ്പേ, ഇവരെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അവനെവിടെ? അകത്തുണ്ട് സാർ.
ജയിലെല്ലാം ഭണ്ഡാരം പിടിച്ചൊരു കാർ ഒന്ന് ഓടുകാറേ. ആ നിർത്തിക്കേ. എടോ ആട്ടെ ഏമാ നിൽക്കുന്നു. താരം ഓടി വാ. ഓ നിങ്ങളെ എവിടെ പോയിരുന്നു? ചക്ക വീട് സാർ. അല്ല ആന വീട് സാർ. ആനക്കുഴി വീട് സാർ. എന്താണ് പറയുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ചക്ക ആനക്കുഴി ഉരുണ്ട വീട് സാർ. പൊക്കിയെടുക്കാൻ ഒരു താപ്പാനെ പോലും കിട്ടിയില്ല. ശരി നിങ്ങൾ അതുവഴി പോ. പോടോ അങ്ങോട്ട്.